അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 32ാമത് ജില്ലാ സാഹിത്യോത്സവിൻ്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് സ്നേഹം കൊണ്ടൊരഭയം. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ആരാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നറിയില്ലേ? അടിമകളിൽ വെച്ച് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അക്കാലത്ത് ഒരു പതിവുണ്ടായിരുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കി വിൽക്കുന്ന രീതി. അങ്ങനെ അടിമച്ചന്തയിൽ എത്തിപ്പെട്ടതാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. പലരിലൂടെ കൈമാറി അവസാനം പുന്നാര നബിയുടെ അടിമയാകാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. ചെറുപ്രായത്തിൽ തന്നെ ഉറ്റവരെയും ഉടയവരെയും വിട്ടുപിരിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഉപ്പയായും ഖദീജ ബീവി ഉമ്മയായും മക്ക സ്വന്തം ദേശമായും സെയ്ദ് മോൻ വളർന്നു. എന്നാൽ കാലങ്ങൾക്കു ശേഷം മക്കയിലെ മുഹമ്മദിൻ്റെ അടുക്കൽ തൻ്റെ മകനുണ്ടെന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അറിഞ്ഞു. മുഹമ്മദ് ആളൊരു മാന്യനാണ്, കാര്യം പറഞ്ഞാൽ മകനെ മോചിപ്പിക്കും, എനിക്ക് മകനെ തിരിച്ചു ലഭിക്കും. പ്രതീക്ഷകൾ തുന്നിച്ചേർത്ത അയാൾ മുത്തുനബിയുടെ അടുത്തെത്തി. പണം എത്ര വേണമെങ്കിലും തരാം മുഹമ്മദ്, പൊന്നുമകനെ വിട്ടുതരണം. ഒരു നാട് മുഴുവൻ അവന് കാത്തിരിക്കുകയാണ്. അവനെ കൊണ്ടുപോയില്ലെങ്കിൽ എല്ലാവർക്കും സങ്കടമാകും. മകനോടുള്ള വാത്സല്യം തുളുമ്പുന്ന ആ ഉപ്പയോട് മുത്തുനബി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സമ്പാദ്യങ്ങളൊന്നും വേണ്ട. സെയ്ദ് പറയട്ടെ, അവനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ കൊണ്ടുപോയിക്കോളൂ. മുത്തുനബി സെയ്ദിനെ വിളിച്ചു. ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ച പുന്നാര മകനതാ തൊട്ടു മുന്നിൽ. പ്രിയപ്പെട്ട സെയ്ദ് ഉപ്പ ഹാരിസ് മകനെ വാരിപ്പുണർന്നു, സ്നേഹമുത്തം നൽകി. ചിരകാല വിരഹ ദുഃഖം കണ്ണീരായി പെയ്തിറങ്ങി. കാലങ്ങൾക്ക് മുമ്പേ കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയതാണ് സെയ്ദിനെ. ആ ഉപ്പ വിതുമ്പിക്കരഞ്ഞു, മോനെ നിനക്ക് ഉമ്മയെ കാണണ്ടേ? സെയ്ദ് മോനെ ഇനി ഒരു ആപത്തും വരില്ല, മോനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഉപ്പ, നമുക്ക് പോവല്ലേ മോനെ? ഉമ്മ കാത്തിരിക്കണുണ്ട്. ഉപ്പയെ കണ്ട സെയ്ദിൻ്റെ മനോമുകുരത്തിൽ വികാരങ്ങൾ ഇരമ്പിയാർത്തു. തൻ്റെ ഉമ്മയെക്കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ സെയ്ദിൽ കുളിരു വിതറി. ഉപ്പ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്നറിഞ്ഞ സെയ്ദ് റളിയല്ലാഹു അൻഹു ആകെ അങ്കലാപ്പായി. ഏത് തിരഞ്ഞെടുക്കണമെന്നതിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ ആലോചിക്കാനേ ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ഉപ്പ ഉമ്മ സഹോദരങ്ങൾ, മറുഭാഗത്ത് സ്നേഹത്തിൻ്റെ നിറകുടം മുത്തുനബി. തനിക്ക് വീട്ടിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ ഉറവ ആനന്ദമായി ഒഴുകുന്നത് മുത്തുനബിയുടെ അടുക്കൽ നിന്നായിരുന്നു. കണ്ടുമുട്ടുന്നവർക്കെല്ലാം സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനേകം വാതിലുകൾ തുറന്നിട്ട ആ വിസ്മയത്തെ ആർക്ക് സ്നേഹിക്കാതിരിക്കാനാകും? നമുക്ക് മുത്തുനബിയെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കാം. അവിടുത്തേക്ക് അനേകം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.